ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മലേഷ്യത്തെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ കുറേ ലേറ്റായി എണീക്കാൻ. ഇവിടുത്തെ സമയം 3-4 മണിയായി എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ടൈം സ്ക്വയർ മാളിക്കും പിന്നെ ചൈന ടൗണിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡൊക്കെ ഉണ്ടാവുമോ എന്ന് എന്താ അറിയില്ല. കിട്ടണതാണ് കഴിക്കുക. രാവിലെ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വിഷ്ണു കിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യ. കഴിച്ചിട്ട് വരണം. അപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോകണം നമ്മുടെ സ്ഥിരം ഹോട്ടലിൽ തന്നെയാണ്, കേരള റെസ്റ്റോറൻറ്റ് ദവാത്തിക്ക് തന്നെയാണ്. നമ്മൾ മലേഷ്യത്തെ ഫുഡ് ട്രൈ ആക്കണം തന്നെ വിചാരിച്ചു, മലേഷ്യൻ ഫുഡ്സ്. പക്ഷേ ആ ഒക്ടോബസ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ട്രൈ ആക്കാൻ എന്തോ ഒരു മടി. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് ഫുഡ് നമ്മൾ ഗീ റൈസ്, ബീഫ് വരട്ടിയത്, ചിക്കൻ മുളകിട്ട കറി, നമ്മൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 4 പഴംപൊരി, ഒരു ബിരിയാണി എക്സ്ട്രാ ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഫുഡ് വരുന്നതിന് മുന്നേ നമുക്കൊരു പഴംപൊരി കഴിക്കാം. വിശന്നിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യ എല്ലാവർക്കും. നമ്മുടെ പഴംപൊരി വന്നിട്ടുണ്ട്, കഴിച്ച് നോക്കാം. രസമുണ്ടോ? ഈ റൈസ് രസമുണ്ടോ? ബിരിയാണി രസമുണ്ട് കേട്ടോ അല്ലേ? നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ 1 മണിക്കൂറാണ് ഇവിടെ റെസ്റ്റോറൻറ്റിൽ ചിലവഴിച്ചത്. കാരണം ഫുഡ് കഴിച്ച് കഴിയണില്ല. എല്ലാവരും നല്ല തീറ്റ മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇറങ്ങും. സമയം 6:30. ഇനി നമുക്ക് ടൗൺ സ്ക്വയർ മാളിൽ പോകണം. അവിടുന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ട്. എന്നിട്ട് നമ്മുടെ ഗൈഡ് ഇന്നില്ല കേട്ടോ. അത് നമ്മൾ വേറെ വണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൗൺ സ്ക്വയർ മാളിൽ പോവും. അവിടുന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തും. പിന്നെ ഇവിടെ വണ്ടി വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാരീഡ് ആണോ ചോദിക്കേ? അതപ്പനോട് പറഞ്ഞു. അതൊക്കെ അവക്ക് സുധാ ബെർക്കവിൻ ബ്രദർ. അതൊക്കെ അവക്ക് സുധാൻ ബെർക്കവിൻ. അത് ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല. നമ്മളിപ്പോ ടൈം സ്ക്വയർ മാളിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മള് പയ്യൻ? സൂപ്പർ അല്ലേ? നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് അറിയണോണ്ട് തന്നെ കുഴപ്പമില്ല അല്ലേ? മുമ്പ് മലേഷ്യയിലായിരുന്നല്ലോ. അതെ അതെ, നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആർക്കും മനസ്സിലാവില്ല. അപ്പൊ ഗീസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ മാള് എന്നാണ് പറയണത്. ഇവിടെ എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പർച്ചേസ് ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ വേറൊരു സ്ട്രീറ്റ് ഉണ്ട്. നമുക്കൊരു ചോക്ലേറ്റ് കഴിക്കാൻ ആഗ്രഹം കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി പോവുകയാണേ. ഒരു സ്നിക്കേഴ്സ് മേടിച്ചിട്ടുണ്ട്. കേസിന് എന്തെങ്കിലും തണുത്ത വെള്ളം വേഗം കുടിക്കാൻ വെച്ചു. അത്ര വലുതൊന്നും വേണ്ട. ചോക്ലേറ്റ് ഒന്ന് മാറ്റി പിടിച്ചാലോ ഗേസ്? ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ സ്നിക്കേഴ്സ്. ഇവിടുത്തെ ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കാം. നമ്മളൊരു ടോഫിയിലേക്കും അതുമാതിരി ക്രിസ്പി ചോക്ലേറ്റും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ടോഫിലൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ക്രിസ്പി ഫസ്റ്റ് ടൈമാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. പിന്നെ കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക് അത് പിന്നെ നമ്മൾ നോർമലി കഴിക്കണതല്ലേ. നമുക്ക് വെറൈറ്റി പിടിച്ച് നോക്കാം. ഇനി വേറെ എന്തൊക്കെ ഇവർ നോക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ ടോഫിലൊക്കെ അല്ലേ രസം? എങ്ങനെയുണ്ട്? നമ്മളിങ്ങനത്തെ കിൻഡർ ജോയ് ട്രൈ ആക്കിയത് എന്താണല്ലെന്ന് ചോക്ലേറ്റ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. പിന്നെ നമുക്കതിൽ കിട്ടിയിട്ടുള്ള ടോയ് ഒരു കോമ്പ്. ഏട്ടാണെങ്കിൽ അവിടെ കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്. ഞങ്ങളവിടെ എത്തിയിട്ട് വേണ്ട പാവല്ലേ കുടിക്കേ. ഹായ് ഹായ് ഹായ്. പേടിച്ചു കൊടുക്കണം. നമ്മള് ഇനി വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടേക്ക് അത്രയായിട്ട് ലൈക്ക് ആയിട്ടില്ല ഈ മാള് സത്യം പറഞ്ഞാൽ.
അത് വേണം ബോക്സ് ആകുമ്പോൾ അത് വേണതോ? വീട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ബില്ലടിച്ചു ഗേസ്. ഇത് നമ്മൾ നെക്സ്റ്റ് എന്താ കണ്ട അവിടെ ഒരാൾ നിൽക്കണണ്ട. ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല റേറ്റ് ആട്ടോ. നമ്മുടെ നാട്ടിലത്തെ മാത്രമല്ലേ, നല്ല റേറ്റ് വരുന്നു. നമ്മൾ ചോക്ലേറ്റ്സ് മാത്രമേ ഇപ്പോൾ മേടിച്ചിട്ടുള്ളൂ. ഇനി നോക്കട്ടെ, ചൈന ടൗണൊക്കെ പോയിട്ട് എങ്ങനെയും നോക്കട്ടെ. എന്നിട്ട് നല്ലത് കണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കും. ഓക്കെ, നമ്മൾ മലേഷ്യൻ ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്, കുറേ എണ്ണം മേടിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടേ ആകെ കിളിങ്ങിരിക്കാണെല്ലാം. എവിടേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല കേട്ടോ. അതെ, നമ്മൾ മെയിനായിട്ട് മലേഷ്യക്ക് ഫുഡ് കഴിക്കാൻ മാത്രം വന്നത്, വേറെ ഒന്നുമില്ല. വന്നപ്പോ അതൊന്നും ഡള്ളായില്ലേട്ടാ. അത് ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റാത്തോണ്ടാണ്. വന്നപ്പോ ഉണ്ടോ വന്നതിനേക്കാൾ ആകണ്ടല്ലേ. ഈ സത്യം പറഞ്ഞ വ്ളോഗ് എടുക്കാനൊന്നും തോന്നുന്നില്ല, വെയ്യ കുഴങ്ങി എല്ലാവരും. വന്ന ഉഷാറിപ്പില്ല എന്തായാലും. കാരണം നമ്മൾ നമ്മുടെ ടൈം നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അവിടെ നമുക്ക് ഉറക്കം ശരിയാവണില്ല, എണീക്കുന്നത് ശരിയായില്ല, ഒന്നും കറക്റ്റ് അല്ല, ഫുഡും കറക്റ്റ് ആവണില്ല. പക്ഷെ ഫുഡുകൾ നന്നായിട്ട് കഴിക്കില്ല, പക്ഷെ കറക്റ്റ് ടൈമല്ല, ഭയങ്കര ടയേർഡ്. ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങളെല്ലാവരും ചതിച്ചു, നല്ല കഴിച്ചുകൊണ്ട് പനങ്ങാൻ വയ്യാലേ, ഉറക്കം വരിക, വെള്ളം കുടിക്കാൻ തയ്ക്കുക, വെള്ളമില്ല, വെള്ളം ബോട്ടിൽ കാലിയാവും ചെയ്തു. മലേഷ്യക്ക് വന്നിട്ട് ആദ്യമായിട്ട് വെറുത്ത ആൾക്കാർ നമ്മളെ ലാസ്റ്റ് ഡേ ആയിട്ട്. പോയിക്കോ, ആ വീഡിയോ കൊടുത്തല്ല. ഏട്ടൻ ആർക്കോ മേടിച്ചു കൊടുത്ത മിഠായി ഇത് ഞങ്ങൾ പതുക്കെ മൾട്ടി. അപ്പൊ ഞങ്ങൾ ഇത് കഴിക്കാൻ ചോദിച്ചു. അവരടിക്ക് വാഷ്റൂം പോകാനും പോയി കേട്ടോ. ശരിക്കും ഫോട്ടോ കാണിച്ചു. നമ്മൾ ഈ മാളിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി നമ്മള് ചൈന ടൗൺ പോണ്ട് അല്ലേ? ചൈന ടൗൺ പോണെന്നൊക്കെ പറഞ്ഞിട്ട് വെയ്യ, സത്യം പറഞ്ഞാൽ കുഴങ്ങി. ഞങ്ങൾ ഇത്ര നേരം അപ്സ്റ്റേറിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചൈന ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം. എങ്ങനെ എന്താണെന്ന് അറിയില്ല, പോവാം. അവിടെ ഇപ്പോൾ സമയം ഇവിടെ 10 മണി, കറക്റ്റ് രാത്രി 10 മണി. ഇനി എപ്പോഴാണ് നമ്മൾ റൂമിലെത്തുകയെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ ടൈം സ്ക്വയർ മാള്. വലിയ മാളാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് അത്ര ഒരു വലിയ മാളായിട്ട് ഫീൽ ചെയ്യണില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു ഫാന് മേടിച്ചു, പക്ഷെ നമുക്കല്ല എന്നുള്ളൂ, വേറൊടത്തേക്ക് പോകുന്നത്. അത് വേറെ ഒന്ന് യൂസ് ആക്കട്ടെ. ഇവിടെ കാറ് വന്നു. ഇനി നമ്മള് നേരെ പോവാ. ചൈന ടൗണൊന്നും പോവാൻ സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. എന്തായാലും നമുക്ക് പോയേക്കാം, ഇന്നും കൂടി അല്ലേ ഉള്ളൂ. നാളെ നമ്മൾ ഈവനിങ് പോവും. നമ്മൾ ഗേസ് ചൈന ടൗണിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരുവിധം ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സമയം ഇപ്പം അത്യാവശ്യം കൂടുതലാണ്. നമ്മൾ തന്നെ ആകെ ടയേർഡായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ലൊക്കേഷനാണ് ഈ ചൈന ടൗൺ. ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് പറയണത്. പോയി നോക്കാം എന്തായാലും. നമ്മളെ ചൈന ടൗൺ മൂവിയിലെ ചൈന ടൗൺ അല്ല കേട്ടോ, ഇത് വേറെ ചൈന ടൗൺ ആണ്, ഒറിജിനൽ ചൈന ടൗൺ ആണ്. ചൈന ടൗൺ എന്ന് പറയുന്നത് വെറും പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലം മാത്രമാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ. ഈ ബാഗും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം ബാഗ് തന്നെ. ഇതിലെല്ലാത്തിലും മലേഷ്യ നേരിട്ടുണ്ട്. നമ്മൾ വണ്ടി വിളിച്ചിട്ട് പോവുകയാണ്. ചെന്നിട്ടൊന്ന് കിടന്നാൽ മതി വെച്ചിട്ടാ. ഇന്നിപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ, വല്ല ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടേ കഴിക്കുള്ളൂ. ഗൈസ് നമ്മൾ ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കയറുക. എന്തെങ്കിലും ചെറുതായിട്ടുള്ളൂ കേട്ടോ. ഉണ്ടോ അറിയില്ല, കാരണം ക്ലോസ് ചെയ്തോ അറിയില്ല. ക്ലോസ് ചെയ്തോ? നമ്മൾ പോണത് റിവർ ഓഫ് ലൈഫിക്കാണ്. അവിടെ എന്തോ 2 സൈഡ് റിവറോ അങ്ങനെ എന്തൊക്കെ, അവിടെ കുറച്ച് ലേക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ പോയി അങ്ങോട്ട് പുറത്തും ജസ്റ്റ് കണ്ടൊരു ഫോട്ടോ എടുത്തു, അത്ര തന്നെ ഉള്ളൂ. ഉള്ളിലേക്കൊന്നും കയറില്ല. അപ്പോൾ ഒന്ന് കയറി പോയി നോക്കാം നമുക്ക്, എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കണുള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ക്ലോസ്ഡാണ്. അപ്പോൾ ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം. ഇവിടെ തിരിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ അവിടേക്കാണ് എത്തുന്നത്. ഫുള്ള് 1 വേ ആണ്. പക്ഷെ നമ്മൾ എങ്ങനെയും പോണ സമയത്താണെന്നുണ്ടെങ്കിൽ ആ 1 വേ കൂടെ പോകുമ്പോൾ കുറച്ച് ലോങ് ആയിരിക്കും. നമ്മൾ എവിടേക്കാണോ പോകണം അവിടെ ലോങ് ആയിരിക്കും. പക്ഷെ തിരിച്ച് വരുമ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമ്മളെ റൂമിലേക്ക് എത്തിച്ചേരും.
എങ്ങനെ ഞാൻ നമ്മുടെ റൂമിൻ്റെ വഴി കാണും. ഇവിടെ എത്ര സമയമായാലും നമുക്ക് കുഴപ്പമില്ല, എല്ലായിടത്തും ലേറ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാരിന് ഒരു കുറവുമില്ല, കുറേ ആൾക്കാരുണ്ട് ഇവിടെ. കേസ് നമ്മൾ ഏകദേശം നമ്മൾ ആ റിവറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ കുറേ നടന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ആ റിവറിൻ്റെ അവിടെ പോയിട്ട് ബാക്കി കാണാം. പുക കേട്ടോ ഫുള്ള്, എന്താന്നറിയില്ല, ഫുള്ള് പുക. ആകെ പുകച്ചിട്ടിരിക്കവര്. എന്താ കാണാല്ല, നമുക്കൊരു റിവറിനൊന്നും കാണുന്നില്ല. ഫുള്ള് ബ്ലൂ കളറിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ൊന്നും കാണാനില്ല. ഈ റിവർ ഓഫ് ലൈഫ് ജസ്റ്റ് ഒരു വെള്ളം ഞാൻ ഇപ്പോൾ കാണിച്ചല്ലോ. വെള്ളം നമുക്ക് ശരിക്കും കാണുന്നതാണ്. ഇപ്പോൾ കുറേ വെള്ളം പോണത് കാണാൻ കേട്ടോ. പ്രത്യേകിച്ച് കാണുന്നില്ല, ജസ്റ്റ് നടുവ് കൂടെ കുറച്ച് നമ്മൾ തോട്ടിലെ വെള്ളം പോണ മാതിരി മാത്രം. പിന്നെ നമ്മൾ വണ്ടി പറഞ്ഞിട്ടുണ്ട്, വണ്ടി ഇപ്പോൾ വരും. ഇതുവരെ വെയിറ്റ് ചെയ്യാൻ, നേരെ റൂമിൽ പോവുക, ഫ്രഷ് ആവുക, കിടക്കുക. ഫുഡ് അങ്ങോട്ട് ചിലപ്പോൾ ഓർഡർ ചെയ്യുമായിരിക്കും മേ ബി. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ 7-Eleven കയറിയിട്ടുണ്ട്. എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ തൊട്ട് മേലെയാണ് നമ്മുടെ റൂം വന്നിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ചിട്ട് റൂമിൽ പോവാം. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇപ്പോൾ 7-Eleven പോയിട്ടൊരു ഡ്രിങ്ക് മേടിച്ചു. ഒരു രസമില്ല സത്യം പറഞ്ഞ, എനിക്ക് തീരെ ഇഷ്ടമായില്ല, ആർക്കും ഇഷ്ടമായിട്ടില്ല. പിന്നെ വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ചെറിയൊരു ഡ്രിങ്ക് മേടിച്ചിട്ടുണ്ട്, 7up എന്തോ മേടിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് ഫ്രഷ് ആവണം, ഭയങ്കര ടയേർഡായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് 4ാമത്തെ ദിവസം നമ്മുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നാളെ നമുക്ക് വൈകിട്ട് 8:30-8:45 എന്തോ ആണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് നമുക്ക് വേറെ കൂടെ പോകണം. അത് എന്തോ ഒരു സ്ഥലം പറഞ്ഞു, പേര് ഓർക്കണില്ല, എന്തോ പറഞ്ഞു, അവിടേക്ക് പോകണം. അപ്പോൾ നാളെ ഒരു ഉച്ച വരെയും നമ്മൾ ഫ്രീ ആണ്. അതിനിടയിൽ ഇനിയിപ്പോൾ ഫ്രഷ് ആയതിന് ശേഷം ബാഗ് പാക്ക് ചെയ്യണം, നാളെ പോണതല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ദിവസം എന്ന് പറയാൻ ഭയങ്കര ബോറിംഗ് അല്ല, ഭയങ്കര ടയേർഡായിട്ട് എല്ലാവരും 4 പേരും ഫുൾ ടയേർഡാണ്. പിന്നെ ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ട്. ഫുഡ് പിന്നെ കറക്റ്റായിട്ട് ഫുഡ് നമുക്ക് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, പക്ഷെ കറക്റ്റ് ടൈം നമ്മുടെ നാട്ടിലത്തെ ടൈം അല്ല അവിടെ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. മലേഷ്യ നമുക്ക് സെറ്റാണ്, എല്ലാം കൊണ്ട് ഓക്കെയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് അത്ര ഒരു എന്താ പറയുക, എനർജി ഇല്ല ആർക്കും. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു എനർജി ഇല്ല ആർക്കും. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും അതുവരെ ബായ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നല്ലൊരു കമൻറ്റും പോന്നോട്ടെ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.